أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. لا دار للمرء بعد الموت يسكنها إلا التي كان قبل الموت يبنيها فإن بناها بخير طاب مسكنه وإن بناها بشر خاب بنيها وأمن لدار غدا رضوان خازنها والجار أحمد والرحمن ناشيها. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സർവലോക പരിപാലകനായ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ശക്തമായ ഭാഷയിൽ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ അപാരമായ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 പ്രവേശിച്ച് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിച്ചേരാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്തിരിക്കുകയാണ്. ഈ മഹത്തായ ഭാഗ്യത്തിനും സൗഭാഗ്യത്തിനും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്മകൾ പ്രവർത്തിച്ച് അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണമേ, നന്ദി പ്രകടിപ്പിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന സജ്ജനങ്ങളുടെ, സദ്വൃത്തരുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മ നിറഞ്ഞ ജീവിതം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അല്പനേരം നമ്മൾ പരസ്പരം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വങ്ങളുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്.
അതുതന്നെ സംസാരിക്കണമെങ്കിൽ ദിവസങ്ങളോളം വേണം. അതുമായി ബന്ധപ്പെട്ട് ചില വചനങ്ങൾ തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ വചനം, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലുസ് സ്വാലിഹു യർഫഉഹു. സർവ പ്രതാപത്തിൻ്റെയും അന്തസ്സിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആരാണോ ഇസ്സത്തും പ്രതാപവും ആഗ്രഹിക്കുന്നത് അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലുസ് സ്വാലിഹു യർഫഉഹു. അവനിലേക്ക് കലിമുത് ത്വയ്യിബ് ഉയരുന്നു. കലിമുത് ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളാണ്, ദിക്റുകളാണ്. വൽ അമലുസ് സ്വാലിഹു യർഫഉഹു. സൽക്കർമ്മങ്ങൾ അള്ളാഹു അവനിലേക്ക് ഉയർത്തുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും, ആ വാക്കിൽ പറഞ്ഞിട്ടുള്ള കർത്താവ് അള്ളാഹുവാണ് എന്ന്. അള്ളാഹുവാണ് സൽക്കർമ്മങ്ങളെ, അള്ളാഹുവാണ് പ്രാർത്ഥനകളെ, ദിക്റുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത്. അതേ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും, പ്രാർത്ഥനകളെ ഉയർത്തുന്നത് സൽക്കർമ്മങ്ങളാണ്. അഥവാ ഈ വാക്കിൽ വന്നിട്ടുള്ള കർത്താവ് ഫാഇല്, അത് സൽക്കർമ്മമാണ് എന്ന്. ഇപ്പം നമ്മുടെ പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? നന്മകൾ ചെയ്യണം, സുഹൃതങ്ങൾ ചെയ്യണം, സൽപ്രവർത്തികൾ ചെയ്യണം എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിന്റെ ശറഹിൽ നമുക്ക് കാണാം, ലൗലൽ അമലു സ്വാലിഹ് ലം യുർഫഇൽ കലാം ലാ യുഖ്ബലു ഖൗലുൻ ഇല്ലാ ബിഅമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചെയ്യുന്ന ദുആകളും പ്രാർത്ഥനകളും ദിക്റുകളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ സൽക്രമങ്ങൾ അനിവാര്യമാണ്, നന്മകൾ അനിവാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമത്തെ മഹത്വം, സൽക്കർമ്മങ്ങൾ ചെയ്തവരെ അള്ളാഹു ആദരിക്കും, ബഹുമാനിക്കും എന്നതാണ്. ഇപ്പൊ ഫിറഔനും അവന്റെ കൂട്ടാളികളും ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫമാ ബഖത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്ന്. ആകാശം കരയുമോ? ഭൂമി കരയുമോ? കരയും. ഈ ആയത്ത് പഠിപ്പിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു നല്ല അടിമയെ സംബന്ധിച്ചിടത്തോളം അവന് ആകാശത്ത് 2 കവാടങ്ങളുണ്ട്. ഒന്ന് അവൻ്റെ നന്മകൾ കയറിപ്പോകുന്ന കവാടമാണ്. രണ്ടാമത്തേത് അവന് റിസ്ക് കിട്ടുന്ന കവാടമാണ്. ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ 2 കവാടങ്ങളും കൊട്ടിയടക്കപ്പെടും. അതിനാൽ ആകാശവും ഭൂമിയും കരയും എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ മഹത്വം, സൽക്കർമ്മകാരികളെ അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ്. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ്സാലിഹീൻ. സ്വാലിഹീങ്ങളെ അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. എങ്ങനെ ഏറ്റെടുക്കും? ഒരു ചെറിയ ചരിത്ര സംഭവത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം നമുക്കറിയാം. അവരുടെ യാത്രകളിൽ അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുന്നു. അതിൽപ്പെട്ടൊരു സംഭവമാണ്, ഒരു വീട്ടിലേക്ക് അവർ കയറുന്നു, ഭക്ഷണം ചോദിക്കുന്നു, ആ വീട്ടുകാർ കൊടുക്കുന്നില്ല. അങ്ങനെ നിരാശരായി അവിടുന്ന് മടങ്ങുമ്പോൾ ആ വീട്ടുകാരുടെ മതില് തകർന്നു പോയിട്ടുണ്ട്, വീഴാറായിട്ടുണ്ട്. ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നു? ആ മതില് നന്നാക്കി കൊടുക്കുകയാണ്.
ശരിയാക്കി കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യ സഹജമായ ചോദ്യം. നമ്മളെ പരിഗണിക്കാത്ത, നമുക്ക് വെള്ളം തരാത്ത, നമുക്ക് ഭക്ഷണം തരാത്ത, നമ്മളവിടുന്ന് ആട്ടിപ്പുറത്താക്കിയ അവരുടെ മതിൽ എന്തിന് നന്നാക്കി കൊടുക്കണമെന്ന്. ഈ വിഷയം സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. വഅമ്മൽ ജിദാറു ഫകാന ലിഉലാമൈനി യതീമൈനി ഫിൽ മദീന. ആ പട്ടണത്തിലുള്ള അവർ നന്നാക്കി കൊടുത്ത മതിലുണ്ടല്ലോ, ആ പട്ടണത്തിലുള്ള 2 യതീമക്കളുടെ മതിലാണത്. വകാന തഹ്തഹു കൻസൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ. ആ മതിലിന് താഴെ ഒരു നിധിയുണ്ട്. ആ നിധി തൻ്റെ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ബാപ്പ കരുതി വെച്ച, സൂക്ഷിച്ചു വെച്ച നിധിയാണ്. ഈ ആയത്തിന്റെ അവസാനം പറയാണ്, ഈ നിധി ആർക്ക് കിട്ടണം? ഈ യതീമക്കൾക്ക് കിട്ടണം. ഇതാരുടെ ആഗ്രഹമാണ്? അള്ളാന്റെ ആഗ്രഹമാണ്. എന്തുകൊണ്ട് കിട്ടണം? അത് അള്ളാന്റെ റഹ്മത്താണ്. എന്തിനാൽ കിട്ടണം? ഈ 2 യതീമക്കളുടെയും ഉപ്പ സ്വാലിഹായ പിതാവായിരുന്നു, നല്ല ഉപ്പയായിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഉപ്പയായിരുന്നു, നന്മകൾ ചെയ്യുന്ന ഉപ്പയായിരുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബാപ്പ സൽക്കർമ്മിയാണെങ്കിൽ അതിൻ്റെ ബറക്കത്ത് മക്കളിലേക്ക്, സന്താനങ്ങളിലേക്ക്, ധനത്തിലേക്ക്, അവരുടെ സ്വത്തിലേക്ക് നീളുന്നതാണ് എന്ന്. സൽക്കർമ്മത്തിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മഹത്വമാണത്. ഇവിടെ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മഹത്തായ സൽക്കർമ്മത്തിന്റെ കൂലിയും പ്രതിഫലവും മഹത്വവും കിട്ടാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? പരിശുദ്ധമായ റമദാൻ അത് നമ്മോട് വിട പറയുന്ന ഘട്ടത്തിൽ ഈ നന്മകളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചുവോ എന്ന് ഒരു ഹിതപരിശോധന നമുക്ക് നടത്താൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ശ്രദ്ധയില്ലായ്മ കൊണ്ടോ നമുക്ക് നഷ്ടപ്പെടുന്ന, നമ്മൾ അവഗണിക്കുന്ന വലിയ നന്മകളുണ്ട്. അതിലൊന്നാണ് നീയത്ത് എന്നത്. കാരണം നീയത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠതയുണ്ട്, വലിയ മഹത്വമുണ്ട്, വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പൊ പരിശുദ്ധമായ റമദാൻ വന്നപ്പോ നമ്മൾ ഇന്നലകളിൽ ചെയ്തു വെച്ച പല തെറ്റുകളും ഒഴിവാക്കി, പല തിന്മകളും നമ്മൾ ഒഴിവാക്കി. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ തോന്നുന്നു. നമ്മുടെ മനസ്സിൽ നീയത്ത് നമ്മൾ വെക്കുന്നു, റമദാനിന് ശേഷം ഇനി ഞാൻ ഇന്നലകളിൽ ചെയ്തിട്ടുള്ളൊരു തെറ്റിലേക്കും നീങ്ങൂല എന്നയാൾ നീയത്ത് വെച്ച് റമദാൻ കഴിഞ്ഞ ഉടനെ അയാൾ മരണപ്പെട്ടാലും അയാൾ റമദാനിന് ശേഷം ജീവിക്കുകയും തെറ്റുകൾ ചെയ്യാത്ത അവസ്ഥയിൽ നിലകൊള്ളുകയും ചെയ്തവനെ പോലെയാണ്. അതിനുള്ള കൂലി അള്ളാഹ് കൊടുക്കും. റമദാനിൽ നീയത്തെടുക്കുന്നു, റമദാനിൽ എനിക്ക് കഴിയുന്ന വിധത്തിലുള്ള നന്മകളൊക്കെ ഞാൻ ചെയ്തു, ഇനി റമദാനിന് ശേഷവും ഞാൻ നന്മകൾ ചെയ്യും. പക്ഷെ റമദാൻ കഴിഞ്ഞ ശേഷം അയാൾ രോഗിയായി, കിടപ്പിലായി, എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാലും അയാൾ ആ നീയത്തിന് കൂലിയുണ്ട്. റമദാനിന് ശേഷം നന്മകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച പ്രതിഫലം ആർക്ക് കിട്ടും? ഈ മനുഷ്യന് കിട്ടും. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പൊതുവായ തത്വമാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ സഅലല്ലാഹ ശഹാദ സാദിഖൻ ബല്ലഅഹു അല്ലാഹു മനാസില ശുഹദാ വഇൻ മാത അലാ ഫിറാശിഹി. ആരാണോ അള്ളാന്റെ മാർഗത്തിൽ ഷഹാദത്ത് കൊതിക്കുകയും ഉദ്ദേശിക്കുകയും അത് അള്ളാഹുവിനോട് ചോദിക്കുകയും എന്നാൽ സാധാരണ രൂപത്തിൽ അയാൾ മരണപ്പെടുകയും ചെയ്താലും അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഹാദത്തിന്റെ പദവിയുണ്ട്. ഒരാൾ ആഗ്രഹിച്ചു, എനിക്ക് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് ഷഹാദത്ത് കിട്ടണം. പക്ഷെ അയാൾ യുദ്ധം ചെയ്യാൻ അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്തു അയാൾ മരിച്ചില്ല, എങ്കിലും അയാൾക്ക് ഷഹാദത്തിന്റെ പ്രതിഫലമുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുകയാ, വകാന സാദിഖൻ വമുഖ്ലിസൻ ഫീ നിയ്യതിഹി തിൽക ലില്ലാഹി അസ്സ വജല്ല. എന്തുകൊണ്ടാണ്? അയാളുടെ നീയത്ത് കാരണമാണ്.
എങ്ങനെയുള്ള നീയത്ത്? ആത്മാർത്ഥതയുള്ള നീയത്ത്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തബൂക്ക് യുദ്ധത്തിലേക്ക് പോവാണ്. തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ കൂടെ കുറേ ആളുകൾ നമ്മുടെ കൂടെ വരാതെ മദീനയിലുണ്ട്. അവരെന്താ വരാത്തത്? അവർക്ക് രോഗമാണ്, അവർക്ക് അസുഖമാണ്, അതുകൊണ്ടാണ് നമ്മുടെ കൂടെ വരാത്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ താഴ്വരകളും മലകളും കുന്നുകളും താണ്ടിക്കടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അവർക്കും കിട്ടും. ആർക്ക് കിട്ടും? നമ്മുടെ കൂടെ യുദ്ധത്തിന് വരാതെ മദീനയിൽ അവരുടെ വീടുകളിൽ കഴിയുന്ന രോഗികളായ സ്വഹാബത്തിന് കിട്ടും. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലാ കാനൂ മഅകും ഹബസഹുൽ മറൽ വഫീ റിവായ ഇല്ലാ ശരികൂകും ഫിൽ അജ്ർ. നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം, നിങ്ങൾ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടവരാൻ, നിങ്ങൾ കുന്നുകളും മലകളും താണ്ടിക്കടക്കുമ്പോൾ അതിന് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമുണ്ടല്ലോ, നിങ്ങളുടെ കൂടെ വരാത്ത രോഗികളായ മദീനയിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകൾക്കും ലഭിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് വരണമെന്ന് പൂതിയുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ രോഗം തടസ്സമായി. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുകയാ, ലിനിയതിഹിമുസ് സാലിഹാ, സ്വാലിഹത്തായ നീയത്താണ് ആ മഹത്തായ പ്രതിഫലം അവർക്ക് കിട്ടാനുള്ള കാരണം. എന്നിട്ട് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്, അന്നൽ ഇൻസാന ഇദാ നവൽ അമല സ്വാലിഹ വലാകിന്നഹു ലം യസ്തതിൽ ഖിയാം ബിഹി ലിഉദ്രിൻ ഫഇന്നഹു യുക്തബു ലഹു അജ്റ മാ നവാ. മനുഷ്യർ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ ചില ഒഴിവ് കഴിവ് കാരണം അത് ചെയ്യാൻ സാധിച്ചില്ല. എന്നാലും അവനെ ഉദ്ദേശിച്ച നല്ല നീയത്തിനനുസരിച്ചുള്ള പ്രതിഫലം അവനെ രേഖപ്പെടുത്തപ്പെടും എന്നാണ്. പരിശുദ്ധമായ റമദാൻ കഴിയുമ്പോൾ ഇങ്ങനൊരു നീയത്തെടുക്കാൻ നമുക്ക് സാധിച്ചുവോ എന്ന് സ്വന്തത്തോടും നമ്മൾ ചോദിച്ചു നോക്കുക. ഇപ്പം നമ്മുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. ഉമ്മമാർ അടുക്കളയിൽ നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരുന്നു, ഭർത്താക്കന്മാരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നു, കുട്ടികൾ ഒരുക്കുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നു. ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ എത്തിച്ചേരുന്നത് രാത്രിയിലാണ്. പണിയെടുക്കാണ് പാടത്തും പറമ്പത്തും. ഈ കഠിനമായ ചൂടിലും ഓഫീസുകളിൽ മണിക്കൂറുകളോളം പണിയെടുക്കുന്നവർ, അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഇതിനൊക്കെ കൂലി കിട്ടും. എപ്പോ? നീയത്ത് നന്നാക്കിയാൽ. എന്താണ് നീയത്ത്? നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിചാരം കൊണ്ടുവരിക, പടച്ചവനെ ഇതിലൂടെ നിന്റെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇന്നക ലൻ തുൻഫിക നഫഖതൻ തബ്തഈ ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹാ ഹത്താ മാ തജഅലു ഫീ ഫമി ഇംറാതിക. നീ ഒരു കാര്യം നീ ചെലവഴിക്കുമ്പോൾ നീ അതിലൂടെ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഇഷ്ടവും പ്രീതിയും എത്രത്തോളം നിന്റെ ഭാര്യയുടെ, നിന്റെ ഇണയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ചോറിൻ്റെ ഉരുള പോലും നിന്റെ നീയത്ത് ശരിയാണെങ്കിൽ, അതിലൂടെ നീ അള്ളാഹിൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുകയാണെങ്കിൽ, അള്ളാഹിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് വരെ കൂലിയുണ്ട്. അങ്ങനെ നീയത്തിനെ നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചോ? സ്ത്രീകൾക്ക് കഴിഞ്ഞോ? ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, ഫുഡ് ഒരുക്കുമ്പോൾ നമുക്ക് സാധിച്ചോ? നമ്മൾ പണിയെടുക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ ഇതിലൂടെ അള്ളാഹിൻ്റെ കൂലി എനിക്ക് കിട്ടണം. പക്ഷെ പലപ്പോഴും സംഭവിക്കണം എന്താണ്? ഉമ്മമാര് ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലും ഇഷ്ടക്കേട് കാണുമ്പോൾ ചൂടാകും, ദേഷ്യപ്പെടും. അതുവരെ ചെയ്ത എല്ലാ പണികളും എടുത്തു പറയും, നിങ്ങൾക്ക് അത് ചെയ്തു തന്നില്ലേ, ഇത് ചെയ്തു തന്നില്ലേ. എന്താ സംഭവിക്കുക? അതുവരെ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. ഭർത്താക്കന്മാർ തിരിച്ചു പറയാറുണ്ട്, എന്തെങ്കിലും കുറവ് ജീവിതത്തിൽ വരുമ്പോൾ ഭാര്യയോട് തിരിച്ചു പറയും, കല്യാണം കഴിച്ചത് മുതൽ അന്ന് ചൂടാകുന്ന സമയം വരെ ചെയ്തു കൊടുത്ത എല്ലാ നന്മകളും പറയും, എണ്ണിപ്പൊറുക്കി പറയും. എന്താ സംഭവിക്കുക? അതെല്ലാം ബാത്തിലാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റമളാനിൽ അങ്ങനെ ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചു പോയോ?
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വതക്കകൾ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. എങ്ങനെ? ബിൽ മന്നി വൽ അദാ. ചെയ്ത നന്മകൾ എടുത്തു പറയാം. ആർക്കാണോ ഉപകാരം ചെയ്തു കൊടുത്തത് അയാൾ ഉപദ്രവിക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യനുണ്ടെന്ന് വിചാരിക്കുക. അയാള് അങ്ങാടികളിലൂടെ തേരാപാരം നടന്നു പോവാണ്. ഇപ്പൊ നാട്ടിലൊരു മുതലാളി വിചാരിച്ചു അത് വിസ കൊടുത്ത് ഗൾഫിലേക്ക് പറഞ്ഞേക്കാം. വിസ കൊടുത്തു, ഗൾഫിലേക്ക് എത്തി. അവൻ പച്ച പിടിച്ചു, പണക്കാരനായി, കോടീശ്വരനായി. അവനിങ്ങനെ അങ്ങാടിയിലൂടെ അങ്ങ് നടന്നു പോകുമ്പോ ഈ വിസ കൊടുത്ത മനുഷ്യൻ പറയും, ഇപ്പോ എന്നെ കണ്ട മൈൻഡൊന്നുമില്ല. അവന് ഇതിലൂടെ അങ്ങ് നടന്ന് നീങ്ങുന്ന ഒരാളായിരുന്നു. ജോലിയില്ല, കൂലിയില്ല, പൈസയില്ല, പണമില്ല, നല്ലൊരു വീട് പോലും ഇല്ല. ഞാൻ പണം സ്വരൂപിച്ച് ഞാൻ കൊടുത്ത വിസയിലാണ് അവൻ ഗൾഫിലേക്ക് പോയത് എന്നവൻ ആരോട് പറയും? നാട്ടുകാരോട് പറയും, കൂട്ടുകാരോട് പറയും. ഇത് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ ചെയ്ത ആ നല്ല പ്രവർത്തനം നിഷ്ഫലമായി പോകും. അതിന് യാതൊരു കൂലിയും അള്ളാഹുവിൻ്റെ അടുക്കലില്ല. രണ്ടാമത്തെ കാര്യം ഖുർആൻ പാരായണവും ഖുർആൻ പഠനവുമാണ്. നമ്മൾ ഒരുപാട് കേട്ടതാണ്. പരിശുദ്ധമായ റമദാൻ നമ്മോട് വിട പറയുമ്പോൾ ഈ മഹത്തായ നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചോ? പരിശുദ്ധ ഖുർആനിലെ 10 ആയത്തുകൾ ഓതിയാൽ അതിന് അല്ലാഹ് കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട്. അതെന്താണ്? മൻ ഖറാ അശ്റായാതിൻ ഫീ ലൈലത്തിൻ കുതിബ ലഹു കിൻതാറും മിനൽ അജ്ർ വൽ കിൻതാറു ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. പരിശുദ്ധമായ ഖുർആനിൽ നിന്നൊരാൾ രാത്രിയിൽ 10 ആയത്തുകൾ പാരായണം ചെയ്താൽ അവനൊരു കിൻതാറുണ്ട്. ഒരു കിൻതാർ എന്ന് പറഞ്ഞാൽ വൽ കിൻതാറു ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ളതും നിനക്ക് ലഭിക്കുന്നതിനേക്കാളും ഖൈറായ ഉത്തമമായ കാര്യമാണ് അള്ളാന്റെ കലാമിൽ നിന്ന് 10 ആയത്തുകൾ പാരായണം ചെയ്യുക എന്നത്. ഓതാൻ കഴിഞ്ഞോ? ഈ ഒരു മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ, വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ, റീൽസിൽ എത്രയെത്ര വാർത്തകൾക്ക്, വീഡിയോസിനാണ് ലൈക്ക് അടിക്കുന്നത്, റീപ്ലൈ കൊടുക്കുന്നത്. വല്ല കൂലിയും കിട്ടും അതിന്? ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇങ്ങനെ വായിക്കുന്നു, കൂലിയുണ്ടോ? എന്നാൽ അള്ളാഹുവിന്റെ കലാമിന് ഒരു 10 ആയത്ത് പാരായണം ചെയ്താൽ ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും മഹത്വമാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? ദുനിയാവിന്റെ പിന്നാലെ ഓടുകയാണ്. ദുനിയാവ് ആവശ്യമാണ്, പക്ഷെ അള്ളാനെ മറന്നുകൊണ്ടാവരുത്, പരിശുദ്ധ ഖുർആനെ വിസ്മരിച്ചു കൊണ്ടാവരുത്. അള്ളാഹ് പറയാണ്, ഈ ദുനിയാവ് മൊത്തം നിങ്ങൾക്ക് തരാം, അതിനേക്കാളും ഖൈറാണ് ഖുർആനിൽ നിന്ന് 10 ആയത്തുകൾ പാരായണം ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് 2 ഓഡി കാർ ഇങ്ങനെ നിൽക്കുന്നു, 2 ബെൻസ് കാർ. നമുക്ക് ഇഷ്ടപ്പെട്ട 2 കാറുകൾ, 2 വാഹനങ്ങൾ. ആ ഡോർ ഓപ്പൺ ആണ്. ഇപ്പൊ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഒരു ലെറ്റർ ഉണ്ട്, അവിടെ ഒരു ചാവിയുണ്ട്, നമ്മുടെ പേര് അതിലുണ്ട്, നിങ്ങൾക്ക് ഞാൻ തരുന്ന സമ്മാനമാണ് എന്ന് നമ്മളത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്, നമുക്കുണ്ടാകുന്ന ആനന്ദം എത്രയാണ്. അതിനേക്കാളും വിലപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് പാരായണം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഈ മജ്ലിസ് പിരിഞ്ഞ് ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ചുവന്ന ഒട്ടകങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് സന്തോഷാവോ? സന്തോഷാകും. അതിനേക്കാളും മികച്ചതാണ് ഖുർആനിൽ നിന്ന് ഒരായത്ത് ഓതുന്നത്. അങ്ങനെ ആ മഹത്വം മനസ്സിലാക്കി നമുക്ക് ആയത്തുകൾ, വചനങ്ങൾ ഓതാൻ സാധിച്ചോ? ഖുർആൻ പഠിച്ച ആളുകൾക്ക്, ഖുർആൻ ജീവിതത്തിലുള്ള ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒരു ഓഫറുണ്ട്. ഖുർആൻ പഠിച്ചൊരു മനുഷ്യൻ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഖുർആൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയുമോ? ഫയഖൂലു ലഹു മഅരിഫുക. ഖുർആൻ പഠിച്ച ആൾ പറയും, എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഖുർആൻ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്. നീ എന്നെ രാവിലെയും വൈകുന്നേരവും രാത്രിയിലൊക്കെ ഓതിയവനാണ്, പഠിച്ചവനാണ്, ചർച്ച ചെയ്തവനാണെന്ന് പറഞ്ഞിട്ട് ഫയൂതൽ മുൽക ബിയമീനി, അവന്റെ വലത് കൈയിൽ അധികാരം നൽകപ്പെടുകയാണ്.
വൽ ഖുൽദ ബിശിമാലിഹി, അവന്റെ ഇടത് കൈയിൽ ശാശ്വതത്വം നൽകപ്പെടുകയാ. വയുളഉ അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ തലയിൽ മുൾക്കിരീടം ധരിപ്പിക്കപ്പെടുകയാണ്. വയുക്സാ വാലിദാഹുല്ലതൈൻ, ആ ഖുർആൻ പഠിപ്പിക്കാൻ കാരണക്കാരായ മാതാപിതാക്കൾക്ക് പ്രത്യേകം വസ്ത്രങ്ങൾ അണിയിക്കപ്പെടുകയാണ്. ഇത് ധരിപ്പിക്കപ്പെടുമ്പോ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട്, ബിമാ കുസീന ഹാദാ, എന്തുകൊണ്ടാണ് ഈ വസ്ത്രങ്ങളെ ധരിപ്പിക്കപ്പെട്ടത്? അപ്പോൾ അവിടുന്ന് പറയപ്പെടുന്നതാണ്, ബിഅഖദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ച കാരണത്താലാണ്. ഈ മഹത്തായ ഭാഗ്യം, ഈ മഹത്തായ ഓഫർ പരിശുദ്ധമായ റമദാനിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചോ? ഇതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അതൊരു പെൺകുട്ടി കേട്ടു. ആ കുട്ടി തൻ്റെ ബന്ധുവിനോട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പകുതിയോളം അർത്ഥസഹിതം ഞാൻ പാരായണം ചെയ്തു കഴിഞ്ഞു. എന്താ കാരണം എന്നറിയോ? ഈ കുട്ടി അംഗവൈകല്യമുള്ള കുട്ടിയാണ്. നമുക്കറിയാം, ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഉമ്മമാർ ഒരുപാട് കഷ്ടപ്പാട് സഹിക്കുന്നു, ഉപ്പമാരും. അംഗവൈകല്യമുള്ള കുട്ടിയാണെങ്കിലോ, കൈകൊണ്ടും കാലോടൊന്നും വയ്യാത്ത കുട്ടികളാണെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ, ഡ്രസ്സ് ധരിപ്പിക്കാൻ, ഇങ്ങനെ ഒരുപാട്. ആ കുട്ടി പറയാണ്, എൻ്റെ ഉമ്മയും ഉപ്പ ഒരുപാട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. തിരിച്ച് എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും? ഞാൻ ആലോചിച്ച് ചിന്തിച്ചു, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നന്മകൾ ചെയ്യാൻ സാധിക്കും? അപ്പോഴാണ് ഈ ഹദീസ് ഞാൻ കേൾക്കുന്നത്. ഇതിൻ്റെ കൂലി ഞാൻ ഖുർആൻ പഠിച്ചതിന് ശേഷം അതിൻ്റെ കൂലി എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കിട്ടണം എന്ന് കരുതി ആ കുട്ടി റമദാനിൽ പരിശുദ്ധ ഖുർആൻ പകുതിയോളം അർത്ഥസഹിതം ഓതിക്കഴിഞ്ഞു. നമ്മളെവിടെയാണ്? നമുക്ക് എത്ര പേജുകൾ ഓതാൻ കഴിഞ്ഞു? എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞു? ചെറിയ സൂറത്തുകൾ. എത്ര വചനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു? ഇവിടെ വലത് കൈയിൽ അധികാരം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ മുഹദ്ദിസീങ്ങൾ പറയുകയാ, വൽ ജന്നത്തു ഫീഹാ മുലൂക്, സ്വർഗത്തിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്. ഖുർആൻ പഠിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വഅൻത മലികും മിൻ മുലൂകിൽ ജന്ന, സ്വർഗത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവാണു നീ. ശാശ്വതത്വം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഖുർആൻ പഠിച്ച ആള് സ്വർഗത്തിൽ നിത്യവാസിയാണ്. മാതാപിതാക്കൾക്ക് ഇവിടെ ഡ്രസ്സുകൾ ധരിപ്പിക്കപ്പെടും, ഉടയാടകൾ. അതിനെ സംബന്ധിച്ച് മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്, ഈ ഡ്രസ്സ് വാങ്ങാൻ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടിയാലും മസ്തതാഉ, അവർക്കതിന് സാധിക്കൂല. പല സൂറത്തുകളും, മഹത്വമുള്ള സൂറത്തുകളുണ്ട്. നമുക്കത് ചൊല്ലാൻ കഴിഞ്ഞു ഈ റമദാനിൽ? അള്ളാന്റെ റസൂല് പറയാണ്, ആയത്തുൽ കുർസി നിർബന്ധമായ നമസ്കാരത്തിന് ശേഷം ആരാണോ പാരായണം ചെയ്യുന്നത്, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്, സ്വർഗ്ഗത്തിലേക്കുള്ളവനുള്ള തടസ്സം പിന്നെ മരണമാണ്. ആയത്തുൽ കുർസി അർത്ഥസഹിതം നമ്മൾ ഓതിയാല് പിന്നെ സ്വർഗത്തിലേക്കുള്ള തടസ്സം മരിച്ചാൽ മതി എന്നാണ്. നമുക്ക് ഓതാൻ കഴിഞ്ഞോ? ഖബറിലെ ശിക്ഷ ഭയാനകമാണ്. ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സൂറത്തുണ്ട്, അത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തു തബാറക എന്ന പേരിൽ അറിയപ്പെടും. അള്ളാന്റെ റസൂല് പറയാ, സൂറത്തു തബാറക ഹിയൽ മാനിയത്തു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന സൂറത്താണ് സൂറത്തു തബാറക, അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക്. അത് പാരായണം ചെയ്യാൻ കഴിഞ്ഞോ? പരിശുദ്ധ ഖുർആൻ വിട പറയാൻ. ഈ പരിശുദ്ധ ഖുർആനുമായി എത്രത്തോളം ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു? എത്രത്തോളം അടുപ്പം സിദ്ധിക്കാൻ കഴിഞ്ഞു? ഖുർആൻ പഠിക്കാത്ത, ഖുർആൻ പാരായണം ചെയ്യാത്ത, ഖുർആൻ ജീവിതത്തിൽ പകർത്താത്ത, ഖുർആൻ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും അതിന് തുനിയാത്ത, ശ്രമിക്കാത്ത മനുഷ്യന്മാർക്ക് ഖബറിൽ ഭയാനകമായ ശിക്ഷയുണ്ട്. ഖബറിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മൻ ഇമാമുക, മാ ദീനുക, മൻ നബിയുക എന്നൊക്കെ. അതിന് പുറമെ വേറൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി നീ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു. ആ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നിനക്ക് കാരണമായ കാര്യം എന്താണ്? ഈ മനുഷ്യൻ പറയും, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തു.
അള്ളാന്റെ ഖുർആൻ പഠിച്ചു, അത് ജീവിതത്തിൽ പകർത്തി. അത് പഠിച്ചവനും ജീവിതത്തിൽ പകർത്തിയവനും മാത്രമാണ് അങ്ങനെ പറയാൻ കഴിയൂ. ഖുർആൻ പഠിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെന്താ സംഭവിക്കുക? എനിക്കറിയൂല എന്ന് പറയും. എനിക്കറിയൂല, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ചോദ്യം ചോദിക്കാൻ വന്ന മലക്കിന്റെ കയ്യിൽ ഇരുമ്പിന്റെ ദണ്ടുണ്ട്. ആ ഇരുമ്പിന്റെ ദണ്ട് ഉപയോഗിച്ച് അവനെ അടിക്കുകയാണ്. അവന്റെ രണ്ട് ചെവികൾക്കിടയിൽ നടുവിലടിക്കും ആ ഇരുമ്പി ദണ്ടുകൊണ്ട്. അടി കിട്ടുന്ന താമസം ഭൂമിയുടെ ഏറ്റവും അടിയിലേക്ക് ചെല്ലും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വരും, വീണ്ടും അടിക്കും. ഇത് എല്ലാ ദിവസം രാവിലെയും വൈകുന്നേരവും ഈ ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ അടി കിട്ടുമ്പോ അവനിങ്ങനെ അട്ടഹസിക്കും, ബഹളം വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖബറിന്റെ അടുത്തുള്ള എല്ലാ ജന്തുക്കളും ജീവജാലങ്ങളും ഈ അട്ടഹാസം കേൾക്കും. ഇല്ല സഖലൈൻ, മനുഷ്യരും ജിന്നുകളും ഒഴികെ. ഖുർആൻ പഠിക്കാത്തവർക്ക് മറ്റൊരു ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ ഇങ്ങനെ കടത്തും, എന്നിട്ട് അവന്റെ തലയിലേക്ക് വലിയ പാറക്കല്ല് കൊണ്ട് എറിയും. അവന്റെ തല ചിന്ന ഭിന്നമാകും. എന്നിട്ട് കല്ലൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഉരുണ്ടുപോകും. മലക്ക് വീണ്ടും ആ കല്ലെടുത്തിട്ട് വീണ്ടും അവന്റെ തലയിലേക്ക് എറിയും. അപ്പോഴേക്ക് അവന്റെ തല പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള മലക്കിനോട് ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ മനുഷ്യൻ എന്ത് പാപമാണ് ചെയ്തത്? ആ സമയത്ത് മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നഹു റജുലു യഖുദുൽ ഖുർആൻ ഫയർഫളുഹു വയനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ. ഈ മനുഷ്യൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിലില്ല. അവന്റെ വ്യക്തി ജീവിതത്തിലോ അവന്റെ കുടുംബ ജീവിതത്തിലോ അവന്റെ സാമൂഹിക ജീവിതത്തിലോ ഇല്ല. വയനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ, നിർബന്ധമായ നമസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങിയ മനുഷ്യനാണ്. അവന് ഖബറിൽ കിട്ടുന്ന ശിക്ഷയാണ്. എത്ര ദിവസമാണ്? ഒരു മിനിറ്റാണോ? ഒരു മണിക്കൂർ? ഒരു ദിവസം? ഒരു മാസം? ഒരാഴ്ച? ഒരു വർഷമാണോ? അല്ല. യുസ്നഹു ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷ തുടർന്നു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ നന്മ, ഖുർആൻ പാരായണം, പഠനം, അതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം, പരിശുദ്ധമായ റമദാനാണ്. റമദാൻ സമാഗതമാകുമ്പോൾ തന്നെ വിളിച്ചു പറയുന്നവനെ വിളിച്ചു പറയും, യാ ബാഖിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഖിയശ് ശർരി അഖ്സിർ. നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരിക. റമദാൻ കഴിയുമ്പോൾ എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു, എത്ര സുഹൃതങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ആയി കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയാണ്. സദഖയുടെ വിഷയത്തിലൊക്കെ അടിച്ചു വീശുന്ന കാറ്റിന്റെ പ്രത്യേകത എന്താണ്? അത് കടന്നു പോകുന്ന എല്ലാ തലങ്ങളും തൊട്ട് തലോടിയിട്ടാണ് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങുന്ന വഴികളെല്ലാം സ്വതക്കകൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നിറക്കും എന്നാണ്. എത്ര സ്വതക്കകൾ ചെയ്യാൻ കഴിഞ്ഞു. റമദാൻ വിട പറയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആരാണ് ഈ റസൂലുള്ള? വലിയ പണക്കാരനൊന്നുമല്ല, വലിയ പൈസക്കാരനല്ല, പരമദരിദ്രനാണ്. പരമദരിദ്രനാണ്. ഒരു 4 ആളുകൾക്ക് ഒരുമിച്ച് റസൂലുള്ളാഹിന്റെ വീട്ടിൽ കടന്നുറങ്ങാൻ കഴിയൂല. അത്രേ ചെറിയ വീടാണ്. മാസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. പച്ചവെള്ളവും പച്ചക്കാരക്കയും കഴിച്ച് മാസങ്ങളോളം കഴിഞ്ഞുകൂടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ് സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ, സദഖയുടെ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരാൾ വരികയാണ്. അയാൾ പറയാണ്, നബിയെ, എനിക്കെൻ്റെ മതില് നല്ലതുപോലെ ശരിയാക്കണം, പക്ഷെ നന്നാക്കണമെങ്കിൽ അതിനിടയിൽ ഒരു ഈത്തപ്പന മരമുണ്ട്. അതിൻ്റെ ഉടമസ്ഥനോടൊന്ന് ചോദിച്ച് വാങ്ങിത്തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ മനുഷ്യനെ സമീപിച്ചു ചോദിച്ചു. പക്ഷേ ആ മനുഷ്യൻ കൊടുത്തില്ല, വിസമ്മതം കാണിച്ചു. ഇത് കേട്ടു തന്ന അബൂദ്ദഹ്ദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ഈത്തപ്പനയുടെ മുതലാളിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ വിശാലമായ തോട്ടം ഞാൻ നിങ്ങൾക്ക് തരാം,
അതിന് പകരം ഈ ഈത്തപ്പന മരം എനിക്ക് തരുമോ? അയാൾ സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോവാണ് അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ആ ഈത്തപ്പന മരം ഞാൻ വാങ്ങിയിട്ടുണ്ട്, അയാൾക്ക് കൊടുത്തോളൂ എന്ന്. റസൂലുള്ള പറയുന്നൊരു വർത്തമാനമുണ്ട്, ഒരുപാട് ഈത്തപ്പന കൊലകൾ അബൂ ദഹ്ദ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന്. എന്നിട്ട് അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹു തൻ്റെ തോട്ടത്തിലേക്ക് പോവാൻ. ആ തോട്ടത്തിൽ തൻ്റെ ഭാര്യയും മക്കളുണ്ട്. വിളിച്ചു പറയാൻ, യാ ഉമ്മ ദഹ്ദ ഉഖ്റുജി മിനൽ ഹാഇദ്, ആ തോട്ടത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. ഞാൻ സ്വർഗത്തിലെ ഒരു ഈത്തപ്പന മരത്തിന് വേണ്ടി ഈ തോട്ടം ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. ഇഷ്ടപ്പെട്ടതെല്ലാം അവർ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തു. വിശുദ്ധ റമദാൻ അതിന്റെ സമാപനത്തിലേക്ക് കുറിക്കുമ്പോ എന്താണ് പടച്ചവന്റെ മാർഗത്തിൽ നമ്മൾ കൊടുത്തത് നമ്മൾ ആലോചിക്കുക. പരിശുദ്ധ ഖുർആൻ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. വമിനന്നാസി മയ്യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കൂലിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് അവർ തങ്ങളുടെ നഫ്സിനെ വിറ്റവരാണ്. അള്ളാഹ്ക്ക് വേണ്ടി ശരീരത്തെ വിൽക്കുകയാണ്, അള്ളാഹ്ക്ക് വേണ്ടി ധനത്തെ കയ്യയിഞ്ഞ് സംഭാവന ചെയ്യാൻ. അറിയോ, മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ചില്ലി കാശ് പോലുമില്ല. പിന്നെ അദ്ദേഹം ബിസിനസ് നടത്തി, കച്ചവടം നടത്തി, അദ്ദേഹം അറിയപ്പെട്ട പണക്കാരനായി. അപ്പോഴാണ് ഖുറൈശി കൂട്ടം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകണം. സുഹൈബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തുമായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോഴാണ് മുശ്രിക്കുകൾ സുഹൈബിന്റെ മുന്നിലേക്ക് വരുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ എങ്ങോട്ടാ പോകുന്നത്? സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പോവാൻ, ഹിജ്റ പോവാൻ. ഇതെന്താണ്? ഇത് ഞാൻ സമ്പാദിച്ച സമ്പത്താണ്. ഇത് എവിടുന്നാ സമ്പാദിച്ചത്? മക്കയിൽ നിന്ന്. എന്നാൽ അത് കൊണ്ടുപോകാൻ പറ്റൂല. എന്നാൽ ഇത് കൊണ്ടുപോകാൻ പറ്റൂല. ഒന്നല്ലെങ്കിൽ ഹിജ്റക്ക് പോവുക, അല്ലെങ്കിൽ ഇതിവിടെ വെക്കുക. നമ്മളാണെങ്കിൽ എന്തായിരിക്കും? ഒരു 100 രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊയിഞ്ഞാടി പോയി, നമുക്ക് വല്ലാത്തൊരു ബേജാറായിരിക്കും. ഒരു 500 രൂപ. സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം എന്താണെന്നറിയോ? ഇന്ന അഅതൈതുകും മാലി അതുഖല്ലൂന സബീലി, ഈ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാം, എന്നാൽ എൻ്റെ വഴിയിലേക്ക് എന്നെ നിങ്ങൾ വിടുമോ? എന്താണ് വർത്താനം? ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും നിങ്ങൾക്ക് തരാം, എന്നാൽ ഞാൻ മദീനയിലേക്ക് പോവട്ടെ എന്നാണ്, ഹിജ്റ പോവട്ടെ എന്നാണ്, റസൂലുള്ളാഹിന്റെ വാക്ക് ഞാൻ സ്വീകരിക്കട്ടെ എന്നാണ്. നമുക്ക് കഴിയുമോ? പലപ്പോഴും ദുനിയാവിൻ്റെ വിഷയം പറഞ്ഞിട്ടാണ് നന്മകളിലേക്ക് നമ്മൾ വരാത്തത്. ഖുർആൻ പഠന ക്ലാസ്സുകളിലേക്ക്, ദഅവ രംഗത്തേക്ക്, മഹല്ലിൽ നടക്കുന്ന മറ്റു ദീനി പ്രോഗ്രാമുകളിലേക്ക് വരാത്തത് ദുനിയാവിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. സ്വഹാബത്ത് ദുനിയാവ് അങ്ങോട്ട് കൊടുക്കുകയാണ്, എടുത്തോളി, എനിക്കെന്തു മതി? ആഖിറം മതി. ദുനിയാവ് വിറ്റിട്ട് ആഖിറത്തിലെ ഭവനം സമ്പാദിച്ചവരാണ് മുൻഗാമികൾ. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി യബ്നിഹാ ഫഇൻ ബനാഹാ ബിഖൈരി തൗബ മസ്കനുഹു വഇൻ ബനാഹാ ബിശർരി ഖാബ ബാനിഹാ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വീടില്ല. മരണത്തിന് മുമ്പ് അയാൾ നിർമ്മിച്ചെടുത്ത ഭവനമല്ലാതെ. നന്മകൾ ചെയ്തിട്ട് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് എന്ത് വീടുണ്ട്? നല്ല ഭവനമുണ്ട്, അതിൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അതല്ല, തിന്മകളിലുമായിട്ടാണ് നീ കടന്നു പോയതെങ്കിൽ നിനക്കുള്ളത് തിന്മയുടെ വീടാണ്. ആ വീട്ടിനകത്തുള്ള ജീവിതം ദുസ്സഹമാണ്, അസ്വസ്ഥതകൾ നിറഞ്ഞതാണ്. എന്നിട്ട് കവി പറയാൻ,
റിദ്വാനു ഖാസിനുഹാ വൽ ജാറു അഹ്മദു വറഹ്മാനു നാശിഹാ. അതുകൊണ്ട് നീ ഭവനത്തിന് വേണ്ടി ശ്രമിക്കണം. ആ വീടിന്റെ പ്രത്യേകത എന്താണ്? പരമകാരുണ്യകനായ അള്ളാഹു നിർമ്മിച്ച വീടാണ്. ആ വീടിന്റെ അയൽവാസി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ വീടിന്റെ സൂക്ഷിപ്പുകാരൻ റിദ്വാൻ എന്ന് പറയുന്ന മലക്കാണ്. അങ്ങനെയുള്ള വീടിന് വേണ്ടി നീ അധ്വാനിക്കണേ, പരിശ്രമിക്കണേ. ചോദിക്കുന്നു എന്നോടെന്ന പോലെ, റമളാനിലെ 26, 27 നോമ്പുകൾ പിന്നിടുമ്പോ എന്ത് സൽക്കർമ്മമാണ് നമ്മൾ ചെയ്തു വെച്ചത്? സ്വതക്കയുടെ വിഷയത്തിൽ എത്രത്തോളം ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു? അതല്ല നമ്മൾ പിശുക്കി വെച്ചിരിക്കുകയാണോ? അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണോ? എങ്കിൽ അള്ളാന്റെ റസൂല് പറയാ, മാ മിൻ യൗമിൻ യസ്ബിഹുൽ ഇബാദു ഫീ ഇല്ലാ മലകാനി യൻസിലാനി ഫയഖൂൽ അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ വയഖൂലുൽ ആഖറു അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. അല്ലാഹുവേ, അള്ളാന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവൻ, കൊടുക്കുന്നവന് അല്ലാ നീ പകരം കൊടുക്കണേ, ധാരാളം കൊടുക്കണേ. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ കൊടുക്കാതെ പിശുക്കി വെച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നാശം കൊടുക്കണേ, അവർക്ക് നാശം കൊടുക്കണേ എന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇറങ്ങി വരുന്ന 2 മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി എന്തായിരിക്കും മലക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? കൊടുക്കണേ എന്നാണോ, നാശം കൊടുക്കണേ എന്നാണോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ആയത്തിൽ, ഈ ഹദീസിന്റെ ശറഹിൽ നമുക്ക് കാണാം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇങ്ങനെ നാശം കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ്, അതിൻ്റെ മറ്റൊരു അർത്ഥം, അവൻ ഈ ദുനിയാവിൽ നന്മകൾ ചെയ്യാൻ കഴിയാതെ ദുനിയാവിൻ്റെ ഷോലിൽ പെട്ടുപോവുക. കുറെ ആൾക്കാരുണ്ടെങ്കിൽ ദുനിയാവിൻ്റെ പിന്നാലെ അങ്ങനെ ഓടും, എത്ര ഉണ്ടാക്കിയാലും മതിയാവില്ല, എന്നിട്ട് ഉണ്ടാക്കാൻ നടക്കുകയാണ്. അവർക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടും, ദുനിയാവിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവുക. അങ്ങനെയുള്ളൊരു അവസ്ഥ വരുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, നന്മകൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഈ റമദാൻ കഴിയാൻ പോവാണ്, ജനങ്ങൾക്ക്, പാവപ്പെട്ടവരെ സഹായിക്കാൻ നമുക്ക് സാധിച്ചോ? സാധുക്കളെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞോ? അള്ളാന്റെ റസൂല് പറയുകയാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹു നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നു എന്നാണ്. അത് ഒരു നന്മയാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം കടത്തിവിടുക, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടം വീട്ടിക്കൊടുക്കുക, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഉപദ്രവം നീക്കിക്കൊടുക്കുക, ഒരു മുസ്ലിമായ മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരാളുടെ വിശപ്പ് ശമിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ അള്ളാന്റെ മാർഗത്തിലുള്ള പുണ്യപ്രവർത്തനങ്ങളും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ്. ഒരാൾ നിന്റെ അടുത്ത് വന്നു, ഒരു സങ്കടം പറഞ്ഞു, ഒരു പ്രയാസം, അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നത് മസ്ജിദുൻ നബവിയിൽ 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യകരമായ കാര്യമാണ്. മസ്ജിദുൻ നബവിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ ഒരു നേരത്തെ നമസ്കാരം 1000 നമസ്കാരത്തെക്കാളും പുണ്യമുള്ളതാണ്. അങ്ങനെയുള്ള പള്ളിയിൽ 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മനുഷ്യന്റെ സങ്കടം തീർത്തു കൊടുക്കുക എന്നതാണ്. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതേ ഹദീസിൽ പറയാണ്, നിങ്ങളൊരു മനുഷ്യന്റെ പ്രയാസം നീക്കിക്കൊടുത്താൽ നിങ്ങളുടെ പ്രയാസവും അള്ളാഹു നീക്കിത്തരും. മാത്രമല്ല, അവന്റെ കാലുകൾക്ക്, അവന്റെ മനസ്സുകൾക്ക് പരലോകത്ത് അള്ളാഹു സ്ഥൈര്യവും ഉറപ്പും തരും. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ആളുകളെ സഹായിക്കരുത്, നമ്മൾ എന്തെങ്കിലും ഉപകാരം ചെയ്തു പോയാൽ നമ്മൾ കുടുങ്ങിപ്പോകും. ആളുകളെ വർത്തമാനമാണത്. അത് മുഅ്മിനിന്റെ സംസാരമല്ല, അത് മുത്തഖിയുടെ സംസാരമല്ല. നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് നമ്മൾ ആശിക്കുകയേ ചെയ്യരുത്. അങ്ങനെ ഉപകാരം ചെയ്യുമ്പോൾ അള്ളാന്റെ റസൂല് പറയാണ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ.
തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. പാവങ്ങളെ ചേർത്തു പിടിക്കാത്തവൻ മതനിഷേധിയാണ്. അവൻ ഇസ്ലാമിന്റെ കുപ്പായിട്ട് നടക്കണ്ട എന്ന ഖുർആൻ പറഞ്ഞത്. അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. മതത്തെ വ്യാജമാക്കിയവനെ നീ കണ്ടുവോ? ആരാണ്? തീമക്കളെ തള്ളിപ്പറഞ്ഞവൻ, സാധുക്കളുടെ വിഷയത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നടത്താത്ത മനുഷ്യൻ മതനിഷേധിയാൻ, മതത്തിൽപ്പെട്ടവനല്ല എന്നാണ്. നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുവോ? എത്ര പാവങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു, എത്ര മിസ്കീന്മാരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു, എത്ര സാധുക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞു. അള്ളാഹു നാളെ പരലോകത്ത് മലക്കളോട് വിളിച്ചു പറയുമെന്നാണ്. പാവങ്ങളെ പരിഗണിക്കാത്ത, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ഒരു പ്രോത്സാഹനം പോലും നടത്താത്ത മനുഷ്യരെ നോക്കിക്കൊണ്ട് അള്ളാഹു വിളിച്ചു പറയുന്നതാണ്. അവരെ ചങ്ങലയിൽ ബന്ധിക്കുക, 70 മുഴം നീളമുള്ള ചങ്ങലയിൽ ബന്ധിച്ച് അവർക്ക് കയ്യാമം വെച്ച് നരകത്തിലേക്ക് വലിച്ചെറിയ. ആരെ പറ്റിയ പറഞ്ഞത്? സാധുക്കളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനമോ താല്പര്യമോ കാണിക്കാത്തവരാണ്. 4-മത്തെ കാര്യം, നന്മ നിറഞ്ഞ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു നല്ല മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാൻ ഈ റമദാനിൽ നമുക്ക് കഴിഞ്ഞു. അതൊരു നല്ല പ്രവർത്തനമാണ്, അത് നല്ലൊരു സൽക്കർമ്മമാണ്. എന്താണ് വൃത്തിയുള്ള മനസ്സെന്ന് പറഞ്ഞാൽ? നല്ല മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നബിയും സ്വഹാബത്തും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരും. അയാൾ ആരാണ്? റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഒരാൾ ഇങ്ങനെ പള്ളിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അയാളെ വുളു എടുത്ത വെള്ളം ഇങ്ങനെ താടിരോമങ്ങളിലൂടെ താഴോട്ട് ഉറ്റി വീഴുന്നുണ്ട്. 2-മത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഒരാളിപ്പോ പള്ളിക്ക് കടന്നു വരും, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. 3-മത്തെ ദിവസവും ഇതേപോലെ പറഞ്ഞു. 1-മത്തെയും 2-മത്തെയും 3-മത്തെയും ദിവസത്തിൽ വന്ന സ്വഹാബി തന്നെ, ഒരേ സ്വഹാബി തന്നെയാണ്. ആ സ്വഹാബിന്റെ പേരാണ് സഅദ് ഇബ്നു അബി വഖാസ്. 3-മത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് പിരിഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാ റളിയല്ലാഹു എഴുന്നേറ്റു. എന്നിട്ട് സഅദ് റളിയല്ലാഹുവിന്റെ പിന്നാലെ പോയി അദ്ദേഹത്തെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നിങ്ങളെ വീട്ടിൽ താമസിക്കണം. സ്വഹാബി സമ്മതിച്ചു. അബ്ദുല്ലാ റളിയല്ലാഹു രാത്രി ഉറങ്ങൂല. ഈ സ്വഹാബി എന്ത് നന്മയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ അയാളങ്ങ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ സ്വഹാബി ഇടക്കൊക്കെ എഴുന്നേൽക്കും, ദിക്റും തസ്ബീഹൊക്കെ ചൊല്ലി കടന്നുറങ്ങും. പക്ഷെ പ്രത്യേക പുണ്യപ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ല. ഞങ്ങളൊന്നും ചെയ്യാത്ത പ്രത്യേക സൽക്രമങ്ങളൊന്നും കാണാതെ വന്നപ്പോ ഈ സ്വഹാബിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രത്യേക കർമ്മങ്ങളോ പുണ്യപ്രവർത്തനങ്ങളോ നിങ്ങളിൽ ഞങ്ങൾ കാണുന്നില്ല. ആ സമയത്ത് ഈ സ്വഹാബി പറയുന്നൊരു വർത്തമാനമുണ്ട്, നമ്മുടെ ഹൃദയത്തിനകത്ത് കൊത്തിവെക്കേണ്ടുന്ന വചനമാണ്. ഈ സ്വഹാബി പറയുകയാ, വൈറ അന്നീ ലാ അജിദു അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ നഫ്സി ഇശ്ശൻ വലാ സദാ. എൻ്റെ മനസ്സിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളോടും വിദ്വേഷമോ പകയോ ഇല്ല. മറ്റൊരു റിപ്പോർട്ടിൽ, ഞാൻ എൻ്റെ കിടക്കപ്പായിലേക്ക് പോകുമ്പോ, ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോ എൻ്റെ മനസ്സിനകത്ത്, എൻ്റെ കൽബിനകത്ത് ഒരാളോടും എനിക്ക് വിദ്വേഷമോ വൈര്യമോ ദേഷ്യമോ പകയോ ഇല്ല. ഇത് കേട്ടപ്പോ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദിഹി ബലഅത് ബിക് ഹിയല്ലതി ബലഅത് ബിക്, ഇത് തന്നെയാണ് അങ്ങ് സ്വർഗത്തിൽ പോകാൻ കാരണം. ചോദിക്കുക നമ്മുടെ മനസ്സിനോട്, പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ ഈ റമളാനിൽ നമുക്ക് സാധിച്ചോ? കഴിഞ്ഞോ? ഇല്ലെങ്കിൽ പരാജയമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളോ നോമ്പോ ഹജ്ജോ ഉംറയോ
അള്ളാഹുലേക്ക് ഉയർത്തപ്പെടൂല. അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. എല്ലാ ആഴ്ചയിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. രണ്ട് വിഭാഗം ആളുകൾക്കൊഴികെ. ഒന്ന് ശിർക്ക് ചെയ്തവരാ, മറ്റൊന്ന് പകയിലും വിദ്വേഷത്തിലും അകൽച്ചയിലും പിണക്കത്തിലും കഴിയുന്നവരാണ്. അവരുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കൊണ്ട് അള്ളാഹു മലക്കുകളോട് വിളിച്ചു പറയുന്നതാണ്, ഇവർ രണ്ടുപേരും എപ്പോഴാണോ നന്നാവുന്നത് അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുക, അതുവരെ മാറ്റിവെക്കുക. എപ്പോഴാണ് ഈ രണ്ടാൾക്കാർ നന്നാവുന്നത് അതുവരെ ഇവിടെ പ്രവർത്തനങ്ങൾ, സൽക്രമങ്ങൾ നീട്ടിവെക്കുക. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സകാത്തിലൂടെ, ഹജ്ജിലൂടെ, ഉംറയിലൂടെ കിട്ടേണ്ടുന്ന മഅ്ഫിറത്ത് തടയപ്പെടുകയാ. പരിശുദ്ധമായ റമളാനിൽ എത്രയെത്ര നരകവാസികളെയാണ് അല്ലാഹു മോചിപ്പിക്കുന്നത്. ചില ആൾക്കാർക്ക് ആ സൗഭാഗ്യം കിട്ടൂല. ആർക്ക്? വിദ്വേഷത്തിലും പകയിലും കഴിയുന്ന ആളുകൾക്ക്. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീട്ടിൽ ഉപ്പ പറഞ്ഞു, നിങ്ങളുടെ ഇന്നത്തെ സംസാരം എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അയാൾ പറയാണ്, എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് മിണ്ടിയിട്ട് ഇന്നത്തേക്ക് 7 വർഷമായി. 7 വർഷം. ഈ സമയം വരെ എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ജ്യേഷ്ഠന്റെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിച്ചു. അറിയാതെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തരണം, മാപ്പാക്കണം. ജ്യേഷ്ഠൻ ആരാണ്? പള്ളി കമ്മിറ്റിയിലെ ഭാരവാഹിയാണ്, പള്ളി കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗമാണ്. ജ്യേഷ്ഠന്റെ വീടിന്റെ മുന്നിലൂടെ അങ്ങ് നടന്നു നീങ്ങും. ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, ഒന്നിങ്ങോട്ട് കയറി വന്നിരുന്നെങ്കിൽ, ഒന്നെന്നോട് സലാം പറഞ്ഞിരുന്നുവെങ്കിൽ, ഒന്നെന്നോട് കുശലാന്വേഷണം നടത്തിയിരുന്നെങ്കിൽ. പക്ഷെ ഈ ടൈം വരെ എന്നോട് മിണ്ടിയിട്ടില്ല. കുടുംബസ്വത്ത് തർക്കത്തിന്റെ വിഷയത്തിൽ ജ്യേഷ്ഠനും അനിയനും തെറ്റി. ആ സമയത്താണ് ജ്യേഷ്ഠന് അറ്റാക്ക് വന്നത്. ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞു. വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ചിരിക്കുമ്പോൾ ജ്യേഷ്ഠൻ പറയാണ്, അവൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരൂല. ഈ അവനാരാ? അവൻ്റെ അനിയൻ. അനിയൻ ആരാണ്? ഒരേ ഉമ്മയുടെ വയറ്റിൽ കിടന്ന ആള്, ഒരേ ചോരയിൽപ്പെട്ട ആള്. അത്രമേൽ പകയും വിദ്വേഷവും മനുഷ്യർക്കിടയിലുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്. നാട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ, തൻ്റെ ബന്ധുവിൻ്റെ കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന് പോകാത്ത ആ മറ്റൊരു ബന്ധുവിനോട് ചോദിക്കുകയാണ്, എന്താ പോകാത്തത്? അയാൾ പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? എന്നെ കല്യാണ നിശ്ചയത്തിലേക്ക് വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിലേക്ക് പോകാത്തത്. നിസ്സാരമായ സംഗതികൾക്ക് പോലും പിണങ്ങി നിൽക്കുന്ന സമൂഹം. എന്താണ് പ്രശ്നം? ഈ പരിശുദ്ധമായ റമദാനിലെടുത്ത നോമ്പുകളോ നിസ്കാരങ്ങളോ അള്ളാഹു സ്വീകരിക്കൂല. എപ്പോഴാണോ പിണക്കം അവസാനിക്കുന്നത്, എപ്പോഴാണോ അവർ നന്നാകുന്നത് വരെ. ഇതൊക്കെ പറയുമ്പോഴും ആളുകൾ പറയുന്നൊരു വർത്താനുണ്ട്, അവൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, ഒരിക്കലും അവൻ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്നോടങ്ങ് അവൻ ചെയ്തു, ഞാൻ പുറത്തു കൊടുക്കൂല. അധ്യാപകരുടെ ഒരു യാത്രയപ്പ് യോഗത്തിൽ ഒരു അധ്യാപകൻ പറയാണ്, എന്നോട് പലരും പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, ഞാൻ പുറത്തു കൊടുക്കും. എന്നാൽ മാനേജ്മെന്റ് എന്നോട് കാണിച്ച അനീതി ഒരിക്കലും ഞാൻ പുറത്തു കൊടുക്കൂല. ഒരു മുസ്ലിമായ മനുഷ്യനാ പറയണത്. ഒരു മുസ്ലിമിന് പറയാൻ പറ്റൂല, ഒരു മുഅ്മിനായ മനുഷ്യന് പറയാൻ പറ്റൂല. നിങ്ങൾ നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി വ്യഭിചാര ആരോപണം ഉണ്ടായല്ലോ. ആ വ്യഭിചാര ആരോപണം പറഞ്ഞു പരത്തുന്നതിൽ മിസ്തഹിന് പങ്കുണ്ടായിരുന്നു. മിസ്തഹ് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവ് കൊടുക്കുന്ന ആളാണ്. തൻ്റെ ബന്ധുവായ മിസ്തഹിന് തൻ്റെ മകളെപ്പറ്റി, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ പറ്റി വ്യഭിചാര ആരോപണം പറയുന്നതിൽ പങ്കുണ്ടെന്നറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മിസ്തഹിന് ചെലവ് കൊടുക്കൂല. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 22-ാമത്തെ വചനം ഇറങ്ങുന്നത്. അലാ തുഹിബ്ബൂൻ
അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും നിങ്ങൾ മാപ്പാക്കി കൊടുക്കൂ, നിങ്ങൾ പുറത്തു കൊടുക്കൂ എന്നായത്തിറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, മിസ്തഹിന് ഇനി മുതൽ ഞാൻ ചെലവ് കൊടുക്കും. കാരണം എന്താണെന്നറിയോ, എൻ്റെ തെറ്റുകൾ എൻ്റെ പടച്ച റബ്ബ് എനിക്ക് പുറത്തു തരണം. പക്ഷെ ഈ ഹൃദയ വിശാലത രൂപപ്പെടുത്തിയെടുക്കാൻ ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് സാധിച്ചോ? മറ്റൊരു നന്മയാണ് നമ്മളിൽ നിന്ന് ഒരാൾക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൊരാൾ വന്നു, നബിയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, തകുഫു ശർറക അനിന്നാസി ഫഇന്നഹാ സദഖ മിൻക അലാ നഫ്സിക, നീ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക, അതൊരു വലിയ നന്മയാണ്, അത് വലിയൊരു സ്വതക്കയാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നമ്മുടെ കൂട്ടുകാരോട്, സഹപ്രവർത്തകന്മാരോട് നമ്മൾ പറയുന്ന വർത്തമാനങ്ങൾ, അവർക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, അവരുടെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന വാക്കുകൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ സൊഫിയ ബീവിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. എന്താ ഉപയോഗിച്ച വാക്കറിയാം? ഖസീറ. ഖസീറ എന്ന് പറഞ്ഞാൽ എന്താ? പൊക്കം കുറഞ്ഞവൾ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുള്ളത്തിന്ന് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? ലഖദ് ഖുൽതി കലിമ ലൗ മുദ്ജത ബിമാഇൽ ബഹരി ലമസജതുഹു. ഈ വാക്കെങ്ങാനും ആയിഷ സമുദ്രത്തിൽ ഇട്ടുപോയാൽ സമുദ്രം പോലും മലിമസമായി പോകുന്നതാണ്. ലമസജതുഹു എന്ന വാക്കിനെ മുഹദ്ദിസീങ്ങൾ നൽകിയ അർത്ഥം എന്താണ്? സമുദ്രത്തിന്റെ രുചി പോലും മാറിപ്പോകുന്നതാണ്. ചിന്തിച്ചു നോക്ക്. ഇപ്പൊ എത്ര വാക്കുകൾ. ഇപ്പൊ ഈ പരിശുദ്ധമായ റമദാനിൽ തന്നെ ഒരു ഉമ്മ മകനെ വിളിക്കുന്നൊരു പേരെന്താണെന്നറിയോ? ശാപ്പാട്ട് രാമൻ. എന്താ വിളിക്കാൻ കാരണം? അവന് തിന്നാൻ കൊടുത്ത് നല്ലോണം തിന്നും, അതിന് ഉമ്മട്ട പേരാണ്. ആ കുട്ടിക്ക് എത്ര പ്രയാസമുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സുകളെ വേദനിപ്പിച്ച് നമ്മൾ പറയുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ നോമ്പ് പോലും അസ്വീകാര്യമായി പോകും. അള്ളാഹു സ്വീകരിക്കൂല. മല്ലം യദഅ ഖൗല അദ്ദൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ചീത്ത വാക്ക്, പ്രവൃത്തി ഒഴിവാക്കാത്തവന്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ട. അവൻ വെറുതെ പട്ടിണി കിടക്കുകയാണ്, വെറുതെ വിശപ്പ് സഹിക്കുകയാണ്. അതേപോലെ തന്നെ പരദൂഷണം പറയുക, അത് ആളുകൾക്ക് ഹരമാണ്. അടുക്കള മുതൽ പള്ളി വരെ. അടുക്കളയിലൊക്കെ നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ പാചകം ചെയ്യുമ്പോൾ, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവിടെ വായകളിലൂടെ വരും പരദൂഷണം. അയൽവാസിനികളെ പറ്റി, ബന്ധുക്കളെ പറ്റി. പള്ളിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നിസ്കരിക്കുന്നവരാണ്, ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ്. പള്ളിയിലേക്ക് വരുന്ന ഓരോരുത്തർ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും. അയാളെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പറയും. അങ്ങാടികളിൽ ഇരിക്കുന്ന ആളുകൾ, തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന തൻ്റെ ബന്ധുക്കൾ, തൻ്റെ കൂട്ടുകാർ, അവരെ പറ്റി ഇങ്ങനെ ഇല്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ പ്രശ്നം എന്നറിയോ? അതിലൂടെ നഷ്ടപ്പെടുന്നത് നമ്മൾ ഇന്നലകളിൽ നിർവഹിച്ച നമസ്കാരമാണ്, ഇന്നലകളിൽ നിർവഹിച്ച നോമ്പാണ്. തറാവി നമസ്കാരമൊക്കെ ദുർബലപ്പെട്ടു പോയിട്ടുണ്ടാവും, പടച്ചോനെ അടുത്തുണ്ടാവില്ല. നമ്മുടെ കണ്ണിലൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാനത യുദ്കറു മിൻ കസ്റത്തി സ്വലാത്തിഹാ വസദഖതിഹാ വസിയാമിഹാ വൈറ അന്നഹാ തുഅദി ജിറാനഹാ ബിലിസാനിഹാ. ഒരു സ്ത്രീയുണ്ട് നബിയെ, നിസ്കരിക്കുന്ന പെണ്ണാണ്, സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണാണ്, സദഖ കൊടുക്കുന്ന പെണ്ണാണ്, ഒരുപാട് നിസ്കരിക്കുന്ന, ഒരുപാട് നോമ്പെടുക്കുന്ന, ഒരുപാട് സദഖ കൊടുക്കുന്ന പെണ്ണാണ്. പക്ഷെ ആ പെണ്ണിന് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? തൻ്റെ അയൽവാസിനിയെ നാവ് കൊണ്ട് ഉപദ്രവിക്കും. ആ പെണ്ണിനെ പറ്റി നബിയെ നിങ്ങ അഭിപ്രായം എന്താണ്? നബിന്റെ ഒറ്റ മറുപടിയാണ്, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. മറ്റു റിപ്പോർട്ടില്ല, ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയുമില്ല. നിസ്കരിക്കുന്ന പെണ്ണിനെ പറ്റി പറഞ്ഞു, നോമ്പെടുക്കുന്ന പെണ്ണിനെ പറ്റി.
സദഖ കൊടുക്കുന്ന പെണ്ണിനെ പറ്റി പറഞ്ഞത് ലാ ഖൈറ ഫീഹ, അവൾ ഒരു നന്മ പോലുമില്ല. നോമ്പ് സ്വീകരിക്കൂല കേട്ടോ. ഈബത്തൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ നോമ്പ് അള്ളാഹ് സ്വീകരിക്കൂല. റബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ വറബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമി ഇല്ലസ് സഹർ. എത്ര നോമ്പുകാരാണ്, എത്ര നിസ്കാരക്കാരാണ്, അവർക്ക് ആകെ കിട്ടിയത് വിശപ്പാണ്, ദാഹം സഹിച്ചു എന്നതല്ലാതെ അതിലൂടെ കിട്ടേണ്ടുന്ന പ്രതിഫലങ്ങളോ കൂലിയോ അവർക്ക് കിട്ടുന്നില്ല. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പണ്ഡിതന്മാർ പറയാണ്, വഹാദാ മഹ്മൂലുൻ അലാ മൻ സാമ വലം യുഖ്ലിസ് നിയ്യ ഔ ലം യതജന്നബ് ഖൗല الذور والكذب والبهتان والعيبة ونحوها من المناهي. ശരിയായ ആത്മാർത്ഥതയില്ലാത്ത, ഇഖ്ലാസ് ഇല്ലാത്ത നിയ്യത്ത്, അങ്ങനെ ഒരാൾ നോമ്പെടുത്താൽ അതിന് കൂലിയില്ല. കളവ് പറയാ, നുണ പറയാ, വല്ല ഈബത്ത് പറയാ, അള്ളാഹു നിരോധിച്ച ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നോമ്പെടുക്കണതെങ്കിൽ ആ നോമ്പ് അള്ളാഹിന്റെ അടുക്കൽ അസ്വീകാര്യമാണ്. പല സുഹൃത്തുക്കള്, ഇപ്പൊ ചില സുഹൃത്തുക്കൾ അടിയിൽ നിൽക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു വർത്തമാനം എന്താണെന്നറിയോ? നീ ആ ഫിലിം ഒന്ന് എൻ്റെ ടെലഗ്രാമിലേക്ക് ഒന്ന് അയച്ചു തരുമോ? പല കുട്ടികളെ പണി എന്താണെന്നറിയോ? സുബഹിസ്കാരം കഴിഞ്ഞൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ ടെലഗ്രാമിലേക്ക് കയറിയിട്ട് ഈ ഫിലിം കാണുകയാണ്. അതിൻ്റെ 1-ാം ഭാഗം 2-ാം ഭാഗം. വേഗം പച്ചവെള്ളം കുടിച്ച് നോമ്പ് തുറക്കുന്നതേക്ക് നന്നാവാ. നോമ്പിന് കൂലിട്ടൂല. നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ്. ഒരു സ്ഥലത്ത് വൈകുന്നേരം സ്കൂൾ വിട്ടു. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, മാഷെ, നമ്മുടെ ക്ലാസ് മുറിയിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും നിൽക്കുന്നുണ്ട്. മാഷ് തൻ്റെ സഹപ്രവർത്തകരോടൊക്കെ സംസാരിച്ച്, എച്ചമ്മനോടൊക്കെ സംസാരിച്ച് ക്ലാസ് മുറിയിലേക്ക് എത്തുമ്പോൾ കാണുന്നത് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഡ്രസ്സില്ലാതെ നിൽക്കുന്നതായിട്ടാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വീട്ടിലെത്തി. 6 മണിയായിട്ടും വീട്ടിലേക്ക് പോവാതെ അങ്ങാടിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 2 പെൺകുട്ടികൾ. അവിടെ അടുത്തേക്ക് ഷോപ്പിൽ 2 ആൾക്കാർ വന്നു. എന്താ വീട്ടിൽ പോവാത്ത? അവിടെ സംസാരത്തിൽ പന്തികേട് തോന്നിയപ്പോൾ വീട്ടിലത്തെ ഫോൺ നമ്പർ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചു. ഉപ്പയാണ് ഫോൺ എടുത്തത്. ഉപ്പ എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങൾക്ക് ഇങ്ങനത്തെ മക്കളെ ഇല്ല. പിന്നീട് അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ 2 പെൺകുട്ടികളും ഗർഭിണികളാണ്. ഇപ്പോഴത്തെ നമ്മൾ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ കണ്ടല്ലോ. ഒരു സ്കൂളിൻ്റെ പിന്നിൽ, ചുമരിൻ്റെ പിന്നിൽ 11 ആൺകുട്ടികളും 11 പെൺകുട്ടികളും കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന വീഡിയോ. ഇതിനടിയൊരു കമന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ടൈറ്റിൽ: ഇത് സ്കൂളാണോ അതല്ല വേശ്യാലയമാണോ? വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയി നോക്കിയാൽ കാണാം, ഓരോ ചുമരിൻ്റെ പിന്നിലും 25 26 വയസ്സ് തോന്നിക്കുന്ന ചെറുപ്പക്കാരുടെ മടിയിലിരിക്കുകയാണ്. 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും +1-നും +2-നും പഠിക്കുന്ന തലയിൽ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ. ഇവർക്ക് ദീനിന്റെ വെളിച്ചം കൊടുക്കണം, മതത്തിന്റെ വെളിച്ചം കൊടുക്കണം. സർഗമേളയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഒരു കുട്ടി പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? എനിക്ക് കല്യാണത്തിന് യാതൊരു താല്പര്യവുമില്ല, അതെൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നാണ്. പറയുന്നത് 8-ാം ക്ലാസ്സുകാരിയാണ്. പൊതുവെ ചെറിയ കുട്ടികൾ അങ്ങനെ തന്നെ പറയാ, പക്ഷെ അത് അങ്ങനെ പറയുന്നതല്ല, ഒരു പൂർണ്ണ കോൺഫിഡൻസോട് കൂടി. ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, മാതാപിതാക്കളുടെ സ്വഭാവം കണ്ടിട്ടാണോ മക്കളിങ്ങനെ പറയുന്നത്? കാരണം വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉമ്മയെ ചീത്ത വിളിക്കുന്നു, ഉമ്മ തിരിച്ചിങ്ങോട്ട് ചീത്ത വിളിക്കുന്നു, ഉമ്മ വീട്ടിൽ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അമ്മായിയും ഒരുക്കല്ല, ഭർത്താവിന് നേരമില്ല. ഇതിങ്ങനെ കണ്ടു വളരുന്ന പെൺമക്കൾ വിചാരിക്കുകയാണ്, എന്നെ കല്യാണം കഴിച്ചു വിട്ടാലും എൻ്റെ അവസ്ഥ ഇതേപോലെ ആകൂലേ എന്നൊരു പെൺകുട്ടി വിചാരിച്ചാൽ. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ ഉപ്പാർക്കും ഉമ്മാർക്കും കഴിയണം. അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നത് നമ്മുടെ പെൺമക്കളായിരിക്കും. പല ഖുർആൻ ക്ലാസ് എടുത്തു നോക്കി നിങ്ങൾ, അവിടെ ചെറുപ്പക്കാരുണ്ടാവില്ല, ചെറുപ്പക്കാരികളുണ്ടാവില്ല, കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല,
വിദ്യാർത്ഥിനികൾ ഉണ്ടാവില്ല, പ്രായം ചെന്ന ആൾക്കാരുണ്ടാവുക. അതെന്താ? നാട്ടിലുള്ള യുവാക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ? വിദ്യാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ടാണോ? അവരെ കൈ പിടിച്ച് നമ്മൾ ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അവർ ശരിയായ പാതയിലേക്ക് വരിക. അല്ലെങ്കിൽ അവർ വഴിവിയച്ച് അവർ തിന്മയിലേക്കും അധാർമികതയിലേക്കും ലഹരിയിലേക്കും പോകും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മീഡിയ വൺ ചാനലിന് കൊടുത്ത അഭിമുഖം. എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ടെൻഷൻ അടിക്കുന്ന ആളാണ്. ആ സമയത്താണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, ഇത് കഴിച്ചോ, എല്ലാ ടെൻഷനും നീങ്ങിപ്പോകും. ഈ കുട്ടി കഴിച്ചു, വീണ്ടും കിട്ടാൻ പൂതിയായി. അപ്പൊ ഈ ചങ്ങാതിനോട് പറഞ്ഞു, 1-2 ദിവസമൊക്കെ കൊടുത്തു. 3ാമത്തെ ദിവസം പറഞ്ഞു, ഇതിന് പണം വേണം, പൈസ വേണം. അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ അല്ല, പണമല്ല. ഇപ്പൊ ചങ്ങാതി പറഞ്ഞെന്താ അറിയോ? എൻ്റെ ആവശ്യം നീ നിറവേറ്റി തന്നാൽ ഞാൻ തരാം. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ മുന്നിൽ കിടന്നു കൊടുത്തു എന്നാണ്. അവൻ്റെ മുന്നിൽ മാത്രമല്ല, അവൻ്റെ കൂട്ടുകാരുടെ മുന്നിലൊക്കെ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. വേറൊരു കുട്ടി പറഞ്ഞത്, എനിക്കൊരു പൊതി തരും, അത് ഇന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ 1500 മുതൽ 2500 രൂപ വരെ കിട്ടും. ഒരു കൂലിപ്പണിക്കാരൻ ആകെ കിട്ടുന്നത് 900 രൂപയാണ്. ഇതൊക്കെ നടക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഉത്തർപ്രദേശിലോ ബീഹാറിലോ ജാർഖണ്ഡിലോ അല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിൽ. നമ്മൾ ദീനിന്റെ വെളിച്ചം കൊടുത്താൽ അവർ വരും ശരിയായ റൂട്ടിലേക്ക്. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അവൻ്റെ അടുത്ത് ഒരാൾ വന്നു, പൈസക്കാരനാണ്, പണക്കാരനാണ്, മുതലാളിയാണ്, നാട്ടിൽ അറിയപ്പെട്ട ആളാണ്. മകളുടെ കല്യാണം നടക്കാൻ പോവാണ്. 2 ദിവസം കഴിഞ്ഞാൽ കല്യാണം നടക്കും. ഫുഡൊക്കെ ഓർഡർ ചെയ്തു, പന്തലിൻ്റെ പണി തുടങ്ങി, അനിയന്മാരൊക്കെ ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോഴാണ് ഈ പെണ്ണ് പറയുന്നത്, എനിക്ക് മറ്റൊരാളുമായിട്ട് ഞാൻ ഇഷ്ടത്തിലാണ്, പ്രേമത്തിലാണ്, ഷെയറിലാണ്, അവരുമായുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കുള്ളൂ. അപ്പോഴാണ് ഇയാൾ ഉസ്താദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് സംസാരിക്കണം. ഉസ്താദ് പറഞ്ഞു, ഞാനെന്ത് സംസാരിക്കാൻ, എന്നാൽ എന്തെങ്കിലും സംസാരിക്കണം. ആ കുട്ടി മദ്രസ ഹാളിലേക്ക് വന്നു. കുട്ടിയുടെ 1ാമത്തെ ചോദ്യം എന്താണെന്നറിയോ? പ്രേമിച്ച് കല്യാണം കഴിക്കൽ തെറ്റാണ് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ പഠിപ്പിച്ചാൽ ഉപ്പ് പറയുന്ന കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. ഉസ്താദ് എന്ത് ചെയ്തു? സൂറത്ത് മാഇദയിലെ 5ാമത്തെ വചനം കാണിച്ചു കൊടുത്തു, അതിൻ്റെ പരിഭാഷയും മുന്നിൽ വെച്ചു കൊടുത്തു. വലാ മുത്തഖദി അഖ്ദാൻ എന്ന വാക്ക് ആയത്തിലുണ്ട്. കാമുകന്മാരായി ജീവിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കുക എന്നത് മുഅ്മിനീങ്ങൾക്ക് നിഷിദ്ധമാണ്. ഇതിൽ അള്ളാന്റെ ബർക്കത്തുണ്ടാവില്ല, അള്ളാന്റെ റഹ്മത്തുണ്ടാവില്ല. ആ കുട്ടി പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? ഉപ്പയോട് പറയുക, ഉപ്പ പറയുന്ന കല്യാണത്തിന് ഞാൻ ഓക്കെയാണ്, ഞാൻ സമ്മതമാണ്. എന്തുകൊണ്ട്? നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് നന്മയാകുന്ന ഖുർആനിന്റെ വെളിച്ചം കടത്തിവിട്ടപ്പോൾ അവിടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന തിന്മകളും മാലിന്യങ്ങളും നീങ്ങി, പകരം ഇസ്ലാമിന്റെ വെളിച്ചമുണ്ടായി. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഖുർആൻ പഠിപ്പിക്കുന്ന മതപഠന ക്ലാസ്സുകളിൽ നമ്മുടെ കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുവരണം. ഇപ്പം ഞാൻ മുമ്പ് ഒരു കോളേജ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോളേജിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകനുണ്ട്. സുബൈക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പ പള്ളിക്ക് എത്തും. മുഅദ്ദിൻ ബാങ്ക് കൊടുത്ത് ബാത്റൂമിലൊക്കെ പോയി വരുന്നതിന് മുമ്പ് ഈ ഇംഗ്ലീഷ് അധ്യാപകൻ 1ാമത്തെ സൊഫിൽ ഇമാമിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാവും. അപ്പം ഞങ്ങൾക്കൊക്കെ ഒരു കൗതുകം. ഞങ്ങൾ ചോദിച്ചു. അപ്പം ആ മാഷ് പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് സുബൈക്ക് ബാങ്ക് വിളിക്കും, എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് വരും, എൻ്റെ തലഭാഗത്തിരിക്കും, മോനേന്ന് വിളിക്കും, എന്നിട്ട് കൈവിരലുകൾ മുടികളിലൂടെ ഇട്ടിട്ട് എണീക്കാൻ പറയും സ്നേഹത്തോടെ, മോനെ പോകല്ലേ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് ഉപ്പാൻ്റെ കൈ പിടിച്ച് നടന്ന് നീങ്ങിയതാണ്. ഈ 41ാമത്തെ വയസ്സിലും ഈ സ്വഭാവം എനിക്ക് കിട്ടിയത് ഉപ്പ പഠിപ്പിച്ച ശീലമാണ്. ഇനി എത്ര ഉപ്പമാർ, എത്ര ഉമ്മമാർ ഈ ശീലം തുടർത്തുന്നുണ്ട്. അതുകൊണ്ട് നന്മകളെ പറ്റി പറയുമ്പോൾ നമ്മുടെ മക്കളെയും ഈ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പരദൂഷണം പറയാന്ന് പറഞ്ഞാൽ ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജ് എല്ലാം ഡിലീറ്റഡ് ആയിട്ട് പോകും. എത്രത്തോളം ശ്രദ്ധിക്കണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ യാത്ര പോകുമ്പോൾ
ഈ ഭൃത്യന്മാരെ വേലക്കാരെ കൊണ്ടുപോകും ഭക്ഷണം ഉണ്ടാക്കാൻ, മറ്റു പല കാര്യങ്ങൾക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവർ കിടന്നുറങ്ങി, പിന്നെ എഴുന്നേറ്റു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭക്ഷണം റെഡി ആയിട്ടില്ല. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹുവും ഈ മനുഷ്യന്റെ കിടക്കുന്നിടന്ന് അല്പം മാറിയിട്ട് ഇയാളെ നോക്കിയിട്ട് പറഞ്ഞു, എന്തൊരു ഉറക്കാണ്, വീട്ടിൽ ഉറങ്ങണ മാതിരിയാണോ യാത്രയിൽ ഉറങ്ങുന്നത് എന്നൊരൊറ്റ പദപ്രയോഗം നടത്തി. അങ്ങനെ ഇയാൾ എഴുന്നേറ്റു, ഭക്ഷണം ഉണ്ടാക്കി, കറിയില്ല. അപ്പൊ കറി കിട്ടാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ അങ്ങോട്ട് പറഞ്ഞേക്കാം നബിന്റെ അടുത്തേക്ക്. അപ്പൊ നബിയോട് ഇവർ രണ്ടുപേരുടെയും സലാം പറഞ്ഞ ശേഷം നബിയോട് ആവശ്യപ്പെട്ടു, നമ്മുടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും കറി വേണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അവര് കറി കൂട്ടിയിട്ടുണ്ടല്ലോ. ഇത് ആ ഭൃത്യ നേരെ ചെന്ന് രണ്ടുപേരോടും പറഞ്ഞു. അവർ പേടിച്ച് ഭയപ്പെട്ട് നബിന്റെ അടുത്തേക്ക് വരികയാണ്. നബിയെ, ഞങ്ങൾക്ക് കറി കിട്ടിയിട്ടില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ബിൽഹമി അഖീകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും സഹോദരന്റെ പച്ച മാംസം കറിയായി നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നി ലഅറാ ലഹ്മഹു ബൈന അൻയാബികുമാ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. തീർച്ചയായും നിങ്ങളുടെ തേറ്റകളിൽ, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസം ഞാൻ കാണുന്നുണ്ട്. നബിയോട് ഇവർ പറഞ്ഞു, നബിയെ പുറത്തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളോട് ചോദിച്ചോ, അയാളോട് പൊറുക്കനെ ചോദിച്ചോ. നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവർ, എന്താണ് ഇവർ പറഞ്ഞത്? വീട്ടിൽ ഉറങ്ങണ മാതിരിയാണോ യാത്രയിൽ ഉറങ്ങുന്നത് എന്നൊരു കുറ്റപ്പെടുത്തൽ. അതിനെ അള്ളാന്റെ റസൂല് ഉപമപ്പെടുത്തിയത് തൻ്റെ സഹോദരന്റെ പച്ച മാംസം തിന്നുന്നതിന് സമമാണ്. നിങ്ങളുടെ തേറ്റകളിൽ, പല്ലുകൾക്കിടയിൽ നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസമുണ്ട്. റമദാൻ കഴിയുമ്പോൾ എത്ര ആളുകളുടെ പച്ച മാംസം നമ്മുടെ പല്ലുകൾക്കിടയിലുണ്ട്. ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കാൻ, മാപ്പാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ നന്മകളെല്ലാം ആരെയാണോ കുറ്റം പറഞ്ഞത് അവനിലേക്ക് നൽകപ്പെടുകയും, എന്നിട്ടും പാപത്തിന്റെ ഭാരം തീർന്നു പോയിട്ടില്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവന്റെ തിന്മകൾ ആക്രമിച്ചവനിലേക്ക് നൽകപ്പെടുകയാണ്. എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സമയമായിട്ടുണ്ടല്ലേ? അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ നന്മ നിറഞ്ഞ ജീവിതം എന്ന വിഷയത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേട്ട അറിവുകൾ, നല്ല അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്ത്, സുഹൃതങ്ങൾ ചെയ്ത് ഒരു സൽക്കർമ്മികളായി ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, ദോഷങ്ങൾ നിന്റെ മഹതായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. നിങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് ശമനം കൊടുക്കണേ റഹ്മാനെ. നിങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ ഖബറിയിടം നീ സന്തോഷത്തിലാക്കണേ. മാതാപിതാക്കൾ, മക്കൾ, സന്താനങ്ങൾ, ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, ഉപ്പമാർ, വെല്ലിമ്മമാർ, ഉമ്മമാർ, അവരുടെ ഖബറിയിടം നീ സന്തോഷത്തിലാക്കണേ. സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസപ്പെടുന്ന, കെടുതിയിലകപ്പെട്ട എത്രയോ മുസ്ലിം സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നിർഭയത്വം കൊടുക്കണേ. പ്രത്യേകിച്ച് ഫലസ്തീനിലെ കുരുന്നുമക്കൾ, ഫലസ്തീനിലെ ജനത, അല്ലാഹുവേ, അവർക്ക് സമാധാനം കൊടുക്കണേ. അവരിൽ ഷഹീദായിട്ടുള്ള, അവരിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഷഹാദത്തിന്റെ പദവി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ റമദാനിൽ ചെയ്തിട്ടുള്ള നമസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്ത്, ഹജ്ജ്, ഉംറ എല്ലാം അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാരായ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, അംബിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ കൂടെ സ്വർഗീയ ആരാമത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള മഹാഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.